ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള രണ്ടാമത്തെ ലെക്ചറിലേക്ക് പോവുകയാണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇന്നലെ നമ്മൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്യൂട്ടി എന്താണ്, ക്യൂട്ടിൻ്റെ ഡിഫറൻറ്റ് കാറ്റഗറീസൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു, അതിൻ്റെ സിഗ്നിഫിക്കൻസ് യൂസൊക്കെ പറഞ്ഞു. ഇന്ന് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലേക്ക് മൂവ് ചെയ്യുകയാണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ ഈ ചാപ്റ്ററിൽ ഈ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതും അതിൻ്റെ ഡിഫറൻറ്റ് ടൈപ്സുമാണ്. നമ്മൾ ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോയിൻറ്റ്സ് ഒന്ന് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും രണ്ടാമത്തത് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. അതിൽ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെ 3 ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻസാണ് നമുക്കുള്ളത്. കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനകത്ത് നമുക്ക് 3 ടൈപ്പ് ഉണ്ട്: യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇത്രേ നമ്മൾ പറയുന്നുള്ളൂ, നമ്മളെ സിലബസ് പ്രകാരം നമുക്ക് ഇത്രേ പറയാനുള്ളൂ. യഥാർത്ഥത്തിൽ ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ എണ്ണം കണ്ടിന്യൂസിലൊക്കെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസ് നമുക്ക് പറയാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ പിന്നെ ഉള്ള ഒന്നാണ് പിന്നെ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനൊക്കെ നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ഗാമ ഡിസ്ട്രിബ്യൂഷൻ, ആൽഫ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ് ഈ 3 ഡിസ്ട്രിബ്യൂഷൻ: യൂണിഫോം, എക്സ്പോണൻഷ്യൽ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് ഇൻ discrete probability distribution we have 3 like binomial distribution, Poisson distribution and hypergeometric distribution. Okay, ഡിസ്ട്രിബ്യൂഷൻസ് പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് റാൻഡം വേരിയബിൾ. നിങ്ങൾ ഡിഗ്രിയിൽ പഠിക്കുന്ന സമയത്ത് റാൻഡം വേരിയബിളും റാൻഡം എക്സ്പെരിമെൻറ്റ്സും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വെറുതെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. എ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്, റാൻഡം വേരിയബിൾ ഈസ് എ വേരിയബിൾ വിച്ച് കണ്ടെയ്ൻസ് ദ ഔട്ട്കം ഓഫ് എ ചാൻസ് എക്സ്പെരിമെൻറ്റ്. നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ അതിൻ്റെ ഔട്ട്കംസ് ആവാൻ സാധ്യതയുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോയിൻ നമ്മൾ ടോസ് ചെയ്യുകയാണ്. ആ കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിന് ഹെഡും വരാം ടെയിലും വരാം. അപ്പോൾ ടോസിങ് എന്നുള്ളതാണ് എന്ത്, നമ്മൾ അതിൻ്റെ റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ കോയിൻ ടോസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഔട്ട്കം വരാൻ സാധ്യത ഉള്ളതിനാണ് നമ്മൾ എന്ത് പറയുക, റാൻഡം വേരിയബിൾ എന്ന് പറയാം. അതിൻ്റെ ഔട്ട്കം അത് ഹെഡാവാം അല്ലെങ്കിൽ ടെയിലാവാം. ഓക്കെ, ഇതിൻ്റെ അത് ഞാൻ കൊടുത്തുള്ള ഒരു എക്സാമ്പിൾ നോക്ക്. എക്സ്പെരിമെൻറ്റ് ടു മെഷർ ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഹു അറൈവ് ഇൻ എ ഷോപ്പ് ഡ്യൂറിങ് എ ടൈം ഇൻ്റർവെൽ ഓഫ് 1 hour. ഒരു മണിക്കൂറിനുള്ളിൽ ഒരു ഷോപ്പിൻ്റെ അകത്ത് എത്ര ആളുകൾ വരും. അപ്പോൾ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് എന്നുള്ളതാണ് അവിടുത്തെ റാൻഡം വേരിയബിൾ. ഓക്കെ, അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് 0 തൊട്ട് n വരെ ആവാം. അപ്പോൾ ഒരു കസ്റ്റമർ മാത്രമേ വന്നിട്ടുള്ളായിരിക്കാം, ചിലപ്പോൾ ആരും വന്നിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരിക്കാം. അത് ഏത് നമ്പറും വരാം. അപ്പോൾ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു സ്റ്റാറ്റിക് അല്ല, 1 എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റില്ല എന്നർത്ഥം. 1 ആവാം, ചിലപ്പോൾ 2 ആവാം, ചിലപ്പോൾ 3 ആവാം, ചിലപ്പോൾ 4 ആവാം, അങ്ങനെ ഏത് നമ്പറും വരാം. അപ്പോൾ അതിൻ്റെ ഔട്ട്കം എങ്ങനെ വേരി ചെയ്യാം എന്നർത്ഥം. ഇപ്പോൾ ഒരു മണിക്കൂർ നോക്കി അടുത്ത വേറെ മണിക്കൂറിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അത് ആ നമ്പർ ഈക്വൽ ആയിക്കോണമെന്നില്ല, തുല്യമായിക്കോണമെന്നില്ല. അതുകൊണ്ട് അതൊരു വേരിയബിളാണ്, അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സ്റ്റാറ്റിക് അല്ല, ഒരു കോൺസ്റ്റൻ്റ് അല്ല, ഒരു വേരിയബിളാണ് എന്നർത്ഥം. അപ്പോൾ റാൻഡം വേരിയബിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഔട്ട്കംസ് ഇങ്ങനെ മാറാൻ സാധ്യത ഉള്ളത് കൊണ്ട്, ഓരോ പ്രാവശ്യത്തെ എക്സ്പെരിമെൻറ്റിലും അതിൻ്റെ ഔട്ട്കം ചേഞ്ച് ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെന്ത് പറയും, റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയും. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്നതേ വരുള്ളൂ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാം. നമുക്കതിൽ പ്രോബബിലിറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ. ക്ലിയർ ആയല്ലോ എന്താണ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് നമ്മളിപ്പോൾ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ എ ഷോപ്പ്, അത് മാത്രം ആലോചിച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടും. അതിൻ്റെ വാല്യൂ, അതിൻ്റെ ഔട്ട്കംസ് എന്ത് ചെയ്യാം, അത് മാറിക്കൊണ്ടേയിരിക്കാം എന്നർത്ഥം. ക്ലിയർ? അപ്പോൾ ഈ റാൻഡം വേരിയബിളിൽ നമുക്ക് 2 ടൈപ്പ് പറയാം. അതിൻ്റെ ടൈപ്സ് പറയുകയാണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് പറയാം. ഒന്ന് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഉണ്ടാവാം, അതുപോലെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഉണ്ടാവാം. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുമ്പോൾ റാൻഡം വേരിയബിൾ വിച്ച് അസ്യൂംസ് എയ്തർ എ ഫിനൈറ്റ് നമ്പർ ഓർ വാല്യൂ ഓഫ് എ കൗണ്ടബിൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസ്. അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നടത്തി, അതിൻ്റെ റാൻഡം വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്കം, അല്ലെങ്കിൽ നമ്മളുടെ ആ റാൻഡം വേരിയബിളിൽ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് ഒരു ഫിനൈറ്റ് ആയിട്ടുള്ള നമ്പർ ആവാം, അല്ലെങ്കിൽ നമുക്ക് എണ്ണാൻ പറ്റുന്ന, ഇൻഫിനിറ്റ് ആണെങ്കിൽ കൂടി എണ്ണാൻ പറ്റുന്ന ഒരു പോസിബിൾ ആയിട്ടുള്ളൊരു വാല്യൂ ആവാം. അപ്പോൾ നമ്മൾ ഈ ഫിനൈറ്റ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് CPT ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികൾ CPT ക്വാളിഫൈ ചെയ്തവരുണ്ട്? അത് നമ്മൾ പറയുമ്പോൾ അത് നിങ്ങളുടെ ഒരു റാൻഡം വേരിയബിൾ ആണല്ലോ. അത് ചിലപ്പോൾ 1 ആവാം, നിങ്ങളുടെ ക്ലാസ്സിൽ ആകെ 20 കുട്ടികളുള്ളത്, 0 ആവാം, ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ 20 ആവാം.
ഇതിൻ്റെ ഉള്ളിൽ ഏത് വേണമെങ്കിലും വരാം, ഏത് വരാനും സാധ്യത ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ ആ നമ്പർ ഇപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ 1 എന്നാണ് നമ്മൾ പറയുക. അല്ലാതെ നമ്മൾ 1.5 2.5 1ൻ്റെ 2ൻ്റെ ഇടയിൽ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ ആയിട്ടുള്ള നമ്പർ ആയിരിക്കണം. നമുക്കൊരാളെ മുറിക്കാൻ പറ്റില്ല. നിങ്ങൾ CPT ചെയ്ത് ഒരു പേപ്പർ പാസ്സായി, ഒരു പേപ്പർ പിന്നെ ഫെയിലായി, അങ്ങനെയാണെങ്കിൽ ഞാൻ അര പാസ്സായെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, പാസ്സായോ ഫെയിലായോ എന്നുള്ളത് മാത്രമേ നമ്മൾ പാസ്സായാലും മാത്രമേ പരിഗണിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാളാണെങ്കിൽ 1, 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3, ഒരു നമ്പറിൽ നിന്ന് അടുത്ത നമ്പറിലേക്കുള്ള നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഇല്ല, 1.5 1.25 1.75 അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല എന്നർത്ഥം. അപ്പോൾ ഒരു കൗണ്ടബിൾ ആയിട്ടുള്ള ഫിനൈറ്റ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. അങ്ങനെയുള്ള റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ ഔട്ട്കംസ് ഇതുപോലെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ്സ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയാൻ പറ്റും. ഇനി അതുപോലെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുമ്പോൾ റാൻഡം വേരിയബിൾ ദാറ്റ് അസ്യൂംസ് എനി ന്യൂമറിക്കൽ വാല്യൂ ഇൻ ആൻ ഇൻ്റർവെൽ. ഒരു ഇൻ്റർവെല്ലിൻ്റെ അകത്തുള്ള ഏത് വാല്യൂ ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഔട്ട്കം ആയിട്ട് വരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ക്യാൻ ടേക്ക് വാല്യൂ അറ്റ് എവറി പോയിന്റ് ഇൻ എ ഗിവൺ ഇൻ്റർവെൽ. ഒരു ഇൻ്റർവെല്ലിൻ്റെ അകത്തുള്ള ഏത് നമ്പർ വേണമെങ്കിലും വന്നേക്കാവുന്ന തരത്തിലുള്ളതാണെങ്കിൽ അതിന് നമ്മൾ കണ്ടിന്യൂസ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, ടൈം ടേക്കൺ ഫോർ സർവീസസ് അറ്റ് സർവീസ് സ്റ്റേഷൻ. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ്, ഒന്ന് കൂട്ടിക്കോ. ഈ ക്ലാസ് എത്ര സമയം ഉണ്ടാവും നിങ്ങൾ മുൻകൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതെന്തായിരിക്കാം? 4 മിനിറ്റിൻ്റെ 5 മിനിറ്റിൻ്റെ ഇടയിൽ വരാം, 10 മിനിറ്റിൻ്റെയും 11 മിനിറ്റിൻ്റെ ഇടയിൽ, അങ്ങനെ ഇൻ ബിറ്റ്വീൻ ഏത് സമയവും വരാമെന്നർത്ഥം. ഒരു ആവറേജ് സമയം ഉണ്ടാവും. ഞാൻ സാധാരണ ഒരു 10 മിനിറ്റൊക്കെയാണ് ക്ലാസ് എടുക്കാറുള്ളത്. അപ്പോൾ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു ആവറേജ് സമയം ഉണ്ടാവും. എന്നാലും നമുക്കത് 9 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ 10 നിർത്തുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഒരു കൗണ്ടബിൾ നമ്പർ എന്ന് പറയാൻ പറ്റില്ലല്ലോ ടൈമിന്. നമുക്കത് 9.5 മിനിറ്റ് ആവാം, 9 മിനിറ്റ് 10 സെക്കൻഡ് ആവാം, 9 മിനിറ്റ് 11 സെക്കൻഡ് ആവാം. അങ്ങനെ ഇൻ ബിറ്റ്വീൻ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവെല്ലിൻ്റെ അകത്തുള്ള ഏത് നമ്പറും അസ്യൂം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ, എക്സ്പെരിമെൻറ്റിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് റാൻഡം ആണോ ഡിസ്ക്രീറ്റ് ആണോ തീരുമാനിക്കുക. നേരത്തെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് റാൻഡമായി ആ റാൻഡം എക്സ്പെരിമെൻറ്റിൽ ഡിസ്ക്രീറ്റേ വരുള്ളൂ. നമ്പർ ഓഫ് സ്റ്റുഡൻസ്, നമ്പർ ഓഫ് പേഴ്സൺ എന്നൊക്കെ പറയുന്നത് ഡിസ്ക്രീറ്റേ വരുള്ളൂ. പക്ഷേ നമ്മൾ പിന്നെ ദ ടൈം ടേക്കൺ ഫോർ കംപ്ലീറ്റിംഗ് ദ ടാസ്ക് എന്നൊക്കെ പറയുമ്പോൾ അത് ഡിസ്ക്രീറ്റ് വരാനൊരു സാധ്യതയില്ല. അത് ആ സമയം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കാം. ഏത് ഇൻ ബിറ്റ്വീനുള്ള നമ്പറൊക്കെ അതിന് വരാൻ സാധ്യതയുണ്ട്. ഫ്രാക്ഷൻ ആണെങ്കിലൊക്കെ ഫ്രാക്ഷൻ നമ്പറൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതിന് നമ്മൾ എന്ത് പറയും? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയും. ഓക്കെ, ഇത് രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകാം. എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മീനിങ് കൊടുത്തിട്ടുണ്ട്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ദാറ്റ് ഗിവ്സ് ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ഡിഫറെൻറ്റ് പോസിബിൾ ഔട്ട്കംസ് ഓഫ് എൻ എക്സ്പെരിമെൻറ്റ്. ഒരു എക്സ്പെരിമെൻറ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ നിന്ന് നമ്മൾ പിന്നെ CPT പാസ്സായ കുട്ടികളെ സെലക്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണെങ്കിൽ അതാണ് അതിൻ്റെ പോസിബിൾ ഔട്ട്കംസ് വരിക. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഹെഡ് ആണെങ്കിൽ ഹെഡ്, ടൈലാണെങ്കിൽ ടൈല്. അതൊരു ഡിസ്ക്രീറ്റ് ആണ്, കാരണം ഹെഡോ ടൈലോ മാത്രമേ വരുള്ളൂ. ഹെഡിൻ്റെയും ടൈലിൻ്റെ ഇടയിൽ അത് കുത്തി നിൽക്കില്ലല്ലോ, അതിങ്ങനെ ക്രോസ് ആയിട്ട് കുത്തി നിൽക്കുന്നില്ല. അത് ഹെഡോ അല്ലെങ്കിൽ ടൈലോ, ഇറ്റ് ഷുഡ് ബി ഫെയർ കോയിൻ. അതൊരു ഫെയർ കോയിൻ ആണെങ്കിൽ ഹെഡോ ടൈലോ ഏതെങ്കിലും ഒന്നാ വരിക. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ഹെഡ് ഓർ ടൈൽ ഇല്ല, അതുകൊണ്ട് അത് ഡിസ്ക്രീറ്റ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ആ ഓരോ ഔട്ട്കം ഉണ്ടല്ലോ, ആ ഓരോ ഔട്ട്കത്തിനും അതിന് നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുന്നതിന് മുമ്പ് ഓരോ ഔട്ട്കത്തിനും പോസിബിൾ ആയിട്ടുള്ള ഒരു പിന്നെ എത്ര സാധ്യത ഉണ്ടെന്ന് പറയാൻ പറ്റും. ആ സാധ്യത വിൽ ബി ലെസ് ദാൻ 1. നമ്മൾ നമ്പറിൽ പറയുകയാണെങ്കിൽ, പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ വിൽ ബി ലെസ് ദാൻ 100% അതിന് താഴെയോ വരാം. ഓക്കെ, 100% ആകുമ്പോൾ അതെന്തായി? അത് പിന്നെ പ്രോബബിലിറ്റി മാറി, അത് പിന്നെ ഷുവർ ആയല്ലോ. ഓക്കെ, അതുകൊണ്ട് സെർട്ടനിറ്റി ആയി. അതുകൊണ്ട് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 100 അല്ലെങ്കിൽ 1 താഴെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ റാൻഡം ഔട്ട്കം വരാൻ, ഓരോ റാൻഡം ഔട്ട്കം വരാനുള്ള സാധ്യത എത്ര എന്നുള്ളത് കൂടെ നമ്മൾ പറയുകയാണെങ്കിൽ അത് ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഓഫ് എ റാൻഡം ഫിനോമിനൻ ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് സാമ്പിൾ സൈസ് ആൻഡ് പ്രോബബിലിറ്റീസ് ഓഫ് ഇവൻറ്റ്സ്. ഓരോ ഇവൻറ്റിൻ്റെയും കൃത്യമായിട്ട് എത്ര പ്രോബബിലിറ്റി സാധ്യത ഉണ്ട് എന്ന് കൂടെ നമ്മൾ പറയുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള ഔട്ട്കമാണ് എന്ത്? ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ പിന്നെ ഒരു കോയിൻ ടോസ് ചെയ്യാണ്, എക്സ് എന്നാണ് നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്ന ഔട്ട്കം എന്ന് വിചാരിച്ചോ. എക്സ് എന്ന് പറഞ്ഞാൽ ഹെഡും ആവാം ടൈലും ആവാം. അതിൻ്റെ ഔട്ട്കം അതാണ് അതിൻ്റെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അത് ഹെഡും ആവാം ടൈലും ആവാം. അപ്പോൾ ഹെഡിൻ്റെ പ്രോബബിലിറ്റി 1.5 ആണ്. ഫെയർ കോയിൻ ആണെങ്കിൽ അത് 1.2 ആയിരിക്കും. ടൈലിൻ്റെ പ്രോബബിലിറ്റി 1.2 ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്തു? ഇങ്ങനെ നമ്മളൊരു ചാർട്ടിലാക്കി എഴുതി, അല്ലെങ്കിൽ നമ്മളത് ഡിസ്ക്രൈബ് എഴുതി അങ്ങനെ എഴുതുന്ന പരിപാടി, അല്ലെങ്കിൽ ചാർട്ടിലാക്കി ഡെപ്പിക്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡിന് 1.25 അല്ല
അല്ല 1/2 ആണ് അതിൻ്റെ പ്രോബിലിറ്റി, ടെയിലിന് 1/2 ആണ് പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ അത് ഡിസ്ട്രിബ്യൂഷനായി എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഒന്നുകിൽ നമ്മൾ ചാർട്ടാക്കിയിട്ട് എഴുതുക, അല്ലെങ്കിൽ നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, അത് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ള പരിപാടിക്കാണ്. എന്ത് ഡിസ്ക്രൈബ് ചെയ്യുക? ഓരോ പോസിബിൾ ഔട്ട്കംസിൻ്റെയും അതിൻ്റെ വരാനുള്ള സാധ്യത എത്രയാണെന്ന് പറയാം, അതിൻ്റെ പ്രോബബിലിറ്റി കൂടി കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ പ്രോബിലിറ്റി കൂടി പറയാം എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അതെന്തായി, നമ്മൾ പറയുന്നത് പ്രോബബിലിറ്റിയാണ്. മനസ്സിലായോ? നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ പണ്ട് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പിന്നെ ഫ്രീക്വൻസി ടേബിളുകളൊക്കെ ഉണ്ടാവും. ഒരു ക്ലാസ്സിൽ അത്ര കുട്ടികൾ, അപ്പോൾ മെയിലാണെങ്കിൽ അതിന് നമ്പർ എഴുതും, ഫീമെയിൽ ആണെങ്കിൽ അതിന് നമ്പർ എഴുതും. അല്ലെങ്കിൽ പിന്നെ ഓൾറെഡി ഒക്കർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സംഭവങ്ങളാണെങ്കിൽ നമ്മളത് എത്ര പ്രാവശ്യം സംഭവിച്ചു എന്നൊക്കെ നമ്മൾ എഴുതി വെക്കൂല. അത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നല്ലേ പറഞ്ഞത്. ടേബിളിൽ ഇങ്ങനെ അതിൻ്റെ ഫ്രീക്വൻസി എഴുതിയിട്ട് എഴുതുന്നത്, അത് നമ്മൾ ഓൾറെഡി സംഭവിച്ച് കഴിഞ്ഞതാണെങ്കിൽ അതെന്താണ്, അത് നമ്മൾ ഒരു പാസ്റ്റ് സംഭവം ആയതുകൊണ്ട് അത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇവിടെ ആകുമ്പോൾ അത് ഒരു ഭാവിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ആയതുകൊണ്ട് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഫ്രീക്വൻസി എഴുതുന്നതിന് പകരം അതിൻ്റെ ഫ്രീക്വൻസിൻ്റെ പ്രോബബിലിറ്റിയാണ് നമ്മൾ എഴുതുക. എത്ര പ്രാവശ്യം സംഭവിക്കും എന്നുള്ളതിന് പ്രോബിലിറ്റി എഴുതുക. അപ്പോൾ പ്രോബിലിറ്റി ആകുമ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നു മാത്രം. അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാൻ. ക്ലിയർ ആയാലോ? ഇനി ഈ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ നമ്മൾ നടത്തുന്ന എക്സ്പെരിമെൻറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് എന്താവാം. ഇപ്പോൾ ഇവിടെ ഹെഡ് ടെയിൽ എന്ന് പറഞ്ഞത് ഡിസ്ക്രീറ്റ് ആണല്ലോ വന്നത്. ഹെഡ് ടെയിൽ എന്ന് പറഞ്ഞാൽ ഹെഡോ അല്ലെങ്കിൽ ടെയിലോ ആണല്ലോ വരിക. അപ്പോൾ അങ്ങനെ അതിൻ്റെ നമ്മൾ നടത്തുന്ന എക്സ്പെരിമെൻറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് 2 കാറ്റഗറി ആക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്രീറ്റും ഒരു കണ്ടിന്യൂസും. ഓക്കെ, ഡിസ്ക്രീറ്റിൽ തന്നെ നമ്മൾ അതിൻ്റെ ഔട്ട്കംസും വരുന്നതിൻ്റെ സാധ്യതകളനുസരിച്ച് നമ്മളതിനെ പല കാറ്റഗറി ആക്കും. ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് എന്ത് പറയാം, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ട്കംസ് എന്തായിരിക്കും, ഒരു ഫിനൈറ്റ് നമ്പർ ആയിരിക്കാം. ഓക്കെ, അതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ഫിനൈറ്റ് നമ്പർ ആയിരിക്കാം. ഓരോ ഫിനൈറ്റ് നമ്പറിനും എന്തുണ്ടാവും, അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ഉണ്ടാവും. അപ്പോൾ അതൊരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനായി. ഓക്കെ, അപ്പോൾ ആ ഫിനൈറ്റ് നമ്പർ തന്നെ വരാനുള്ള സാധ്യതകളുടെ ഒരു സ്വഭാവം ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കോയിൻ ടോസ് ചെയ്യുകയാണ്, അതിൽ 2 ഔട്ട്കേ വരുള്ളൂ, ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയില്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെഡ് കിട്ടുക ഹെഡ് കിട്ടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ, ഹെഡ് കിട്ടിയാൽ സക്സസും ഹെഡ് കിട്ടിയിട്ടില്ലെങ്കിൽ ഫെയിലിയറും ആണെങ്കിൽ അതിന് 2 സാധ്യതയുള്ളൂ, ഒന്നെങ്കിൽ ഹെഡ് കിട്ടുക അല്ലെങ്കിൽ ഹെഡ് കിട്ടാതിരിക്കുക. അതുകൊണ്ട് അത് ബൈനോമിയലാണ്. ഡിസ്ക്രീറ്റിൽ ബൈനോമിയൽ, അത് ആ ഒരു സ്വഭാവം വെച്ചിട്ട് നമ്മൾ അതിനെ ബൈനോമിയൽ എന്ന് പറയും. 2 ഔട്ട്കംസിന് സാധ്യത ഉള്ളൂ എന്നുണ്ടെങ്കിൽ. ഇനി അതേപോലെ പോയിസൺ എന്ന് പറഞ്ഞാൽ വളരെ പിന്നെ റയറായിട്ടൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ഒരു മണിക്കൂറിനുള്ളിൽ കക്കാട് ജംഗ്ഷനിൽ എത്ര ആക്സിഡൻറ്റ് സംഭവിക്കാം. ഒരു മണിക്കൂറിനുള്ളിൽ കക്കാട് ജംഗ്ഷനിൽ എത്ര ആക്സിഡൻറ്റ് ഉണ്ടാവും? ചിലപ്പോൾ ഒറ്റ ആക്സിഡൻറ്റ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവും, ചിലപ്പോൾ കുറേ ആക്സിഡൻറ്റുകൾ ഉണ്ടാവാം. അതൊരു വളരെ പിന്നെ റയറായിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ, ഒരു മണിക്കൂർ എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ എത്ര ആക്സിഡൻറ്റുകൾ സംഭവിക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളൊരു മീറ്റർ വയറെടുത്തു, ആ വയർ ഒരു കേബിളാണെന്ന് വിചാരിച്ചു, ആ കേബിളിൽ എത്ര ഡിഫക്റ്റുകൾ ഉണ്ടാവാം. അതൊക്കെ വളരെ റയറായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ അത്തരം അതിലുണ്ടാവാനുള്ള ഒരു പ്രോബബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മുമ്പ് സംഭവിച്ചിട്ടുള്ള കുറേ ഡാറ്റയൊക്കെ എക്സ്പെരിമെൻറ്റുകളൊക്കെ എടുത്ത് അതിൻ്റെ റിസൾട്ടുകളൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഇനി സംഭവിക്കാൻ പോകുന്നതിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് കാണാൻ പറ്റും. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സംഭവിക്കുന്നതല്ല. നമ്മൾ പ്രോബബിലിറ്റി 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായാലും പിന്നെ ഒരു ഇതുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉള്ളതും അതിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മളതിനെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നു. അതുപോലെ ഹൈപ്പർ ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു കാറ്റഗറി ഉണ്ട്. നമ്മളത് കൂടുതലായിട്ട് ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും, ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. അതുപോലെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിലുണ്ട്. ഓരോ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും, ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നാളെ തുടങ്ങും. കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അതിന് ശേഷം നമുക്ക് തുടങ്ങാം. അതിന് ഓരോന്നിലും നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട്. പ്രോബ്ലംസ് ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ അയച്ചുതരാം, നിങ്ങളത് ചെയ്യുക. ഓക്കെ, ഇന്നേക്ക് ഇത് മതി. ദാറ്റ്സ് ഓൾ. താങ്ക് യു.